സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരോട് പരിഹാസമല്ല, പഴിക്കലല്ല, സ്നേഹപൂർവമെങ്കിലും മുന്നറിയിപ്പാണ്. കാരണം ഇനിയുമുള്ള പിഴയുടെ ശിക്ഷ മനുഷ്യരിൽ നിന്നല്ല ഉണ്ടാകുക എന്നോർക്കുക. ഇത് തെറ്റ് സമ്മതിക്കാനും മാപ്പ് പറയുവാനും ദൈവം നൽകിയ അവസരമാണ്. അത് നിങ്ങൾ പാഴാക്കാതിരിക്കട്ടെ. ഇവിടെ കുറച്ചിലില്ല, അപമാനവുമില്ല. തെറ്റു തിരുത്താൻ തയ്യാറാകുന്നവർക്ക് വലിയ നന്മയല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. ഇത് നഷ്ടപ്പെടുത്തിയാൽ കൊടുക്കേണ്ടി വരുന്ന വില ഈ ലോകത്തിലേക്കുള്ള ഒന്നുമായിരിക്കില്ല. മേജർ ആർച്ച് ബിഷപ്പും കർദിനാളുമായ ആലഞ്ചേരി പിതാവിനെതിരെ ഇത്രയും കാലം നടത്തിയ ദുഷിച്ച പ്രചാരണങ്ങളും അതിക്രമങ്ങളും 1 മണിക്കൂർ ശാന്തമായിരുന്നാൽ നിങ്ങളുടെ തന്നെ മനസാക്ഷിക്ക് മുന്നിൽ എങ്ങനെയാണ് നീതീകരിക്കുക? യേശുനാഥന്റെ മുൻപിൽ എങ്ങനെയാണ് ന്യായീകരിക്കുക? അതെല്ലാം തെറ്റായിരുന്നു എന്ന് ലോകമാകെ അറിഞ്ഞിരിക്കുന്നു. വത്തിക്കാന്റെ അന്തിമവിധി തീർപ്പോടെ അനുവദിക്കപ്പെട്ട അഥവാ അധികാരപ്പെട്ട കാര്യം ചെയ്തതിനാണ് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനെ, സ്വന്തം ശ്രേഷ്ഠ പിതാവിനെ ഇക്കാലം അത്രയും നിങ്ങൾ പീഡനങ്ങളിലൂടെ വലിച്ചിഴച്ചത്. നിങ്ങളുടെ മുൻവിധിയും വിദ്വേഷവുമല്ലാതെ മറ്റെന്താണ് ഇത്രയും കഠിനമായ ദ്രോഹത്തിന് പ്രേരിപ്പിച്ചത്? സഭാധികാരിക്ക് തെറ്റുപറ്റിയെന്ന സാങ്കല്പിക സാഹചര്യത്തിൽ പോലും അവലംബിച്ചു കൂടാത്ത മാർഗങ്ങളല്ലേ നിങ്ങൾ അവലംബിച്ചത്? ആരുടെ മുന്നിൽ ഹീറോ ആകാൻ? എന്തു കൈക്കലാക്കാൻ? അതിരൂപതയിലെ സ്ഥലം വിൽപ്പനയുടെ പേര് പറഞ്ഞ് തുടക്കമിട്ട് ദിവ്യബലി അർപ്പണത്തിന്റെ നിഷേധത്തിലൂടെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ദുരന്തഭൂമി ഏതൊന്നു തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വിദ്വേഷത്തിൽ തുടക്കമിട്ട പ്രവൃത്തിയല്ലേ ദിവ്യബലിയെ അവഹേളിക്കുന്ന പാതകം വരെ എത്തിയത്? മാധ്യമങ്ങളിൽ നന്നായി പെർഫോം ചെയ്തു എന്ന് കരുതുന്നുണ്ടാകാം. ഹീറോയിസം എന്ന് സ്വയം അഭിമാനിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് പോലും ഏറെക്കാലം വിലയില്ലാത്ത വിദ്വേഷം നിറഞ്ഞ ലക്ഷ്യങ്ങൾ നിങ്ങളെ പിടിവിടുന്നില്ലായിരിക്കാം. ആരും വിധിക്കുന്നില്ല. സഭയുടെ ശ്രേഷ്ഠ പിതാവിനെ ലോകത്തിന്റെ മുമ്പിൽ നിന്ദാപരമായി അവതരിപ്പിക്കുന്നത് വിനാശകരമെന്ന് ചിന്തിക്കുവാൻ വിധിയാളന്റെ മനസ്സ് ആവശ്യമില്ലല്ലോ. ആലഞ്ചേരി പിതാവിനെ ദ്രോഹിക്കാൻ ലക്ഷ്യമിട്ടല്ലാതെ ഇത്രയും കഠിനമായ ധിക്കാര പ്രവർത്തികൾ തുടരാൻ ഏത് സഭാംഗത്തിന് കഴിയും? സ്വന്തം മനസ്സിന്റെ കാഠിന്യം നിങ്ങൾക്കേ അറിയൂ. അത് സ്വയം പരിശോധിക്കുക. ഇത് രക്ഷയ്ക്കുള്ള അവസരമാണ്. പുറമെ കഠിനമെന്നോ വിഷമകരമെന്നോ തോന്നാമെങ്കിലും രക്ഷ കൊണ്ടുവരുന്ന അവസരം. ദുരാഭിമാനവും മിഥ്യാബോധവും നിങ്ങളെ കെണിയിലാക്കാതിരിക്കട്ടെ. തെറ്റ് സ്വയം അംഗീകരിക്കാനുള്ള ഹൃദയശാന്തതയും എളിമയും നിങ്ങളെ ഭരിച്ചെങ്കിൽ ആലഞ്ചേരി പിതാവിനോട് മാപ്പ് പറയാനുള്ള സ്വർഗീയ പ്രേരണയും പ്രചോദനവും നിങ്ങളെ കീഴ്പ്പെടുത്തട്ടെ എന്നേ ആശംസിക്കാനുള്ളൂ. അവസരം പാഴാക്കുന്നതിൻ്റെ ഭയാനകത സാധാരണക്കാരെ പോലും ഭയപ്പെടുത്തുകയാണ്. അതു നിങ്ങൾ മറക്കാതിരുന്നെങ്കിൽ. യാദൃശ്യമെങ്കിലും ശ്രദ്ധേയം. ഒരു താർക്കിക ഗുരുവിൻ്റെ സമാധി സ്മരണയുടെ നാളുകളിൽ തന്നെ പ്രത്യാശ പകരുന്ന ഒരു മരണവും. ക്രിസ്തുവിൻ്റെ ദാസനായി മാറിയ അരവിന്ദാക്ഷ മേനോന്റെ വിടവാങ്ങൽ. ക്രൈസ്തവ മതപ്രചാരകരെ നേരിടാൻ ക്രിസ്തു മതഛേദനം എന്നൊരു നിഷേധ ഗ്രന്ഥം എഴുതിയ ആളാണ് നൂറ്റാണ്ട് മുമ്പ് സമാധിയായ ഗുരു. തൻ്റെ വേദാന്തജ്ഞാനവും താർക്കിക പ്രതിഭയും ഉപയോഗിച്ച് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ നിഷേധിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു. വലിയ നിഷേധിച്ചു. എന്തിന്? അവിടുന്ന് ഒരു ശ്രേഷ്ഠ പുരുഷൻ പോലുമല്ലെന്ന് ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചു. അതിനു നേർ വിരുദ്ധമായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച അരവിന്ദാക്ഷ മേനോൻ എന്ന വചനദാസൻ. വചന പ്രഘോഷണത്തിൽ അനേകം അക്രൈസ്തവരെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ എത്തിച്ച, പലരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ ഹൃദഹസ്തനായ വേലക്കാരൻ. താൻ അറിഞ്ഞ വേദാന്തമാണ് സമാധിസ്ഥനായ സ്വാമി ക്രിസ്തു നിഷേധത്തിനെ അടിസ്ഥാനമാക്കിയത്. എന്നാൽ അതേ വേദങ്ങളിൽ അറിവ് അരവിന്ദാക്ഷ മേനോനെ ക്രിസ്തുദാസനാക്കി മാറ്റാൻ ഇടയാക്കി. അതേ വേദത്തിൽ നിന്ന് ക്രിസ്തുവിനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഏകദൈവത്തെ ഗ്രഹിച്ചു. വിഗ്രഹങ്ങളിൽ വസിക്കാത്ത ദൈവത്തെ അറിഞ്ഞു. വിശുദ്ധ ബൈബിളിലെ പൂർണ്ണതയുടെ അംശം അദ്ദേഹം കണ്ടെത്തി. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ നിരവധി വട്ടം സാക്ഷ്യപ്പെടുത്തി.
നിരവധി കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തി. വേദലിഖിതങ്ങളിലെ നിർവചനങ്ങൾ ദ്യോതിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ വ്യക്തമായ ദൈവിക ചിത്രത്തെയാണെന്ന്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഏക ദൈവവും അവിടുന്ന് പിതൃപുത്ര ആത്മസ്വരൂപനും ആണെന്നതിനെ വേദലിഖിതത്തിൽ പരാമർശമുണ്ടെന്ന്. ആ സൂചനകൾ കേവലം ഫിലോസഫി മാത്രമല്ലെന്നും വിശുദ്ധ ബൈബിളിലൂടെ മനുഷ്യരോട് സംസാരിച്ച സൃഷ്ടാവായ ദൈവത്തെയാണ് അവ വെളിപ്പെടുത്തുന്നതെന്നും പലരും യഥാവിധി ഗ്രഹിക്കാനോ വ്യാഖ്യാനിക്കാനോ തുനിയാത്ത വേദഗ്രന്ഥ സൂചനകൾ മറ്റാരെയും കുറിച്ചല്ല, വിശുദ്ധ ബൈബിളിലെ യേശുവിനെ കുറിച്ചു തന്നെ എന്നാണ് അദ്ദേഹം പ്രഘോഷിച്ചത്. യേശു ക്രിസ്തുവാണ് ഏക ലോകരക്ഷകനായ ദൈവാവതാരമെന്ന് അതേ വേദങ്ങളിൽ നിന്ന് തന്നെ തനിക്ക് ബോധ്യപ്പെട്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. മനുഷ്യരുടെ പാപം നീക്കാൻ അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ബലിദാനമാണ് പീഡകളും കുരിശിലെ മരണവും എന്ന സത്യവും വേദങ്ങളിൽ ലിഖിതങ്ങളിൽ നിന്ന് തന്നെ അരവിന്ദാക്ഷമേനോൻ ഉറപ്പിച്ചു. പ്രജാപതി എന്ന ഉപനിഷത്ത് പുരുഷൻ മനുഷ്യരക്ഷകനായ യേശു ക്രിസ്തുവല്ലാതെ മറ്റാരുമാകില്ലെന്ന ബോധ്യവും അദ്ദേഹം നിരവധി വചനവേദികളിൽ പങ്കുവച്ചു. സ്വന്തം മതത്തിലെ വേദജ്ഞാനം വിശുദ്ധ ബൈബിളിലെ യേശു ക്രിസ്തുവിൽ തൻ്റെ ബോധ്യം ഉറപ്പിച്ചെന്നായിരുന്നു പറഞ്ഞതിൻ്റെ എല്ലാം സാരാംശം. തികഞ്ഞ ബോധ്യത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെയും യേശു ക്രിസ്തുവിനെയും സ്വീകരിച്ച അരവിന്ദാക്ഷമേനോനെ ഉറച്ച വചന പ്രഘോഷകന്റെ രൂപത്തിൽ ക്രൈസ്തവ ലോകത്തെ ഒരു തലമുറ കണ്ടു. മരണം വിളിക്കുന്നതുവരെയും അനേകരെ, പ്രത്യേകിച്ച് താൻ ജനിച്ച അക്രൈസ്തവ മതത്തിൽ അനേകരെ യേശു ഏകരക്ഷകനായ ദൈവവും മനുഷ്യപുത്രനുമാണെന്ന് ബോധ്യപ്പെടുത്തി. നിരവധി പേരെ രക്ഷയുടെ വിശ്വാസത്തിൽ എത്തിച്ചു. വളരെ ചുരുക്കി പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ലോകരക്ഷകനായ യേശു ക്രിസ്തു എന്ന ദൈവപുത്ര അവതാരം, യേശുവിൻ്റെ കുരിശിലെ ബലി വഴി മാത്രം സാധ്യമാകുന്ന മനുഷ്യരക്ഷ എന്നീ ക്രൈസ്തവ വിശ്വാസ ആധാരങ്ങളെ വേദ ഉപനിഷത്ത് ലിഖിതങ്ങൾ ഗ്രഹിക്കുന്നവർക്ക് ശരിവെക്കാനല്ലാതെ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് അരവിന്ദാക്ഷമേനോൻ പ്രഘോഷിച്ചതും ബോധ്യപ്പെടുത്തിയതും. ഉന്നതമായ ദാർശനിക ലിഖിതമാണെന്നെങ്കിലും ബൈബിളിന് തുല്യമായ ദൈവിക പാഠങ്ങളായല്ല ഈ ലിഖിതങ്ങളെ അരവിന്ദാക്ഷമേനോൻ അവതരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഇന്നാട്ടിലെ പലരും നടത്തുന്ന പ്രചരണങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ ഒരു മിത്ത് അഥവാ ഇതിഹാസ കഥാപാത്രമാണെന്ന് വിളിച്ച ക്രൈസ്തവ വിരുദ്ധർക്കുള്ള മറുപടി. രക്ഷകവേഷം, രാജപദവി, കന്യകാപുത്രത്വം എന്നിവയൊക്കെ തനിച്ചോ ഒന്നിച്ചോ ആരോപിക്കപ്പെട്ട് നിരവധി കഥാപാത്രങ്ങൾ ലോക മിത്തോളജിയുടെ ശേഖരത്തിലുണ്ട്. അവയെയാണ് വിമർശകർ ആക്ഷേപത്തിന് ഉപകരണമാക്കിയത്. വിവിധ നാടുകളിലെ ദേവന്മാരുടെ കഥകളിൽ അവ സുലഭം. മനുഷ്യർക്ക് അഗ്നി നൽകിയതിന് ശിക്ഷിക്കപ്പെട്ട പ്രൊമെത്യൂസ് എന്ന ഗ്രീക്ക് ദേവന്റെ കഥ അതിലൊന്നു മാത്രം. ഈജിപ്തിലെ മിത്തിക്കൽ കഥാപാത്രം ഹോറസ് മറ്റൊരു ഉദാഹരണം. യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ രൂപം കൊണ്ട കഥകൾ നിരവധി. അതിലൊരു കഥയുടെ, പ്രത്യേകിച്ച് ഹോറസിന്റെ കഥയുടെ അനുകരണമാണ് യേശു കഥ എന്ന് ആവേശപൂർവ്വം പ്രചരിപ്പിച്ചവർ കേരളത്തിലുണ്ട്. ഇസ്രയേൽക്കാരുടെ മിത്തിക്കൽ സങ്കല്പത്തിന്റെ തുടർച്ചയാണ് ലോകരക്ഷകനും ക്രിസ്തുവുമായ യേശു എന്ന സങ്കല്പമെന്ന് കുറിച്ചവർ വേറെ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇവർക്കെല്ലാമുള്ള മറുപടിയാണ് അരവിന്ദാക്ഷമേനോന്റെ സാക്ഷ്യം. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം, അവിടുത്തെ അറിഞ്ഞ അപ്പസ്തോലന്മാരുടെ അനുഭവകഥനം, അത് മിത്താണെന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവർ. യഥാർത്ഥത്തിൽ യേശുവിൽ നിറവേറാനിരുന്ന ക്രിസ്തു അവതാരമെന്ന മഹാസത്യത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ നാളുകൾ മുതൽ മനുഷ്യർക്ക് വ്യക്തമല്ലാത്ത സൂചനകൾ ഉണ്ടായിരുന്നു. ആ അവ്യക്ത സൂചനകളുടെ അനുകരണമാണ് ഇത്തരം മിത്തുകളായി രൂപപ്പെട്ടത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തു ചരിതം മിത്തുകളിൽ നിന്നല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള അവ്യക്ത സങ്കല്പത്തിൽ നിന്ന് മിത്തുകളാണ് അപഭ്രംശം പോലെ രൂപപ്പെട്ടത്. ഇതാണ് വിമർശകർക്കുള്ള മറുപടി. ഇത്തരം മുൻകൂർ കഥനങ്ങൾക്കിടയിൽ താരതമ്യേന വ്യക്തവും കൃത്യവുമായ പരാമർശങ്ങളാണ് അരവിന്ദാക്ഷമേനോൻ തിരിച്ചറിഞ്ഞ പ്രകാരം വേദലിഖിതങ്ങളിലേത്. എന്നാൽ
പ്രമാദമില്ലാത്ത പൂർണ്ണമായ ഏക ദൈവാവതാരം യേശു ക്രിസ്തുവും ദൈവിക ലിഖിതം വിശുദ്ധ ബൈബിളും തന്നെയെന്ന് അദ്ദേഹം അനേകരെ ബോധ്യപ്പെടുത്തി. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് പുറത്തു ജനിക്കാനിടയായ ആയിരങ്ങളെ പല വിധത്തിലുള്ള ഇടർച്ചകൾക്കും അബദ്ധ പ്രബോധനങ്ങൾക്കും കാരണക്കാരായി വിശ്വാസികളുടെ ഗണത്തിൽ തന്നെ ചിലരെ കാണുന്ന നാളുകളാണിത്. അരവിന്ദാക്ഷ മേനോന്റെ ദൈവവേല അവരുടെ കൂടി കണ്ണു തുറപ്പിക്കുമെന്ന് പ്രത്യാശിക്കാം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.